UPSC Preliminary Previous Year Question Paper 2024 Discussion Part 4-ലേക്ക് സ്വാഗതം. Consider the following statements. Statement 1. If the United States of America were to default on its debt, holders of US Treasury bonds will not be able to exercise their claims to receive payment. Statement 2. The USA government debt is not backed by any hard assets but only by the faith of the government. ഇതിൽ ഏതൊക്കെയാണ് ശരി? അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് വണ്ണിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ? അതാണ് ഓപ്ഷന് നൽകിയിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് വൺ ആൻഡ് ടു കറക്റ്റ് ആണോ, അല്ലെങ്കിൽ 1 കറക്റ്റും 2 ഇൻകറക്റ്റും ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പറയുന്നത് ഇഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വേർ ടു ഡീഫോൾട്ട് ഓൺ ഇറ്റ്സ് ഡെപ്റ്റ്, അമേരിക്കയ്ക്ക് ഡെപ്റ്റ് തിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ US ട്രഷറി ഹോൾഡേഴ്സിന്, അതായത് അവരുടെ ക്ലെയിം എക്സസൈസ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഈവൻ ദോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വേർ ടു ഡീഫോൾട്ട് ഓൺ ഇറ്റ്സ് ഡെപ്റ്റ്, the treasury bonds would holders of US treasury bond would still have the legal right to exercise their claim. അവർക്ക് അപ്പോഴും അവരുടെ റൈറ്റ് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് എന്ന് പറയുമ്പം ഇത് തെറ്റി, ഇവിടെയും തെറ്റി. അതുപോലെ തന്നെ എന്താണ്, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. അപ്പോൾ നമുക്ക് ഏകദേശം ഉത്തരം കിട്ടി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണെന്ന് നോക്കാം. ദ US ഗവൺമെൻറ് ഡെപ്റ്റ് ഈസ് നോട്ട് ബാക്ക്ഡ് ബൈ എനി ഹാർഡ് അസറ്റ് ബട്ട് ഓൺലി ബൈ ദ ഫെയ്ത്ത് ഓഫ് ദി ഗവൺമെൻറ്. കറക്റ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് ഈസ് കറക്റ്റ് എന്നതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ആൻസർ ഡി. Question number 32. Consider the following statements. Syndicated lending spread the risk of borrowers default accruing multiple lenders. Statement second. The syndicated loan can be fixed amount lump sum of funds but cannot be a credit line. Which one of the following is incorrect in respect to the above statement? നേരത്തെ തന്നിട്ടുള്ള അതേ മോഡലാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്? സ്റ്റേറ്റ്മെൻറ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് 1നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് സിൻഡിക്കേറ്റഡ് ലോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിൻഡിക്കേറ്റഡ് ലെൻഡിങ് എന്ന് പറയുന്നത്? സിൻഡിക്കേറ്റഡ് ലോൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ലെൻഡേഴ്സ് ദാറ്റ് വർക്ക് ടുഗദർ ടു പ്രൊവൈഡ് ഫണ്ട്സ് ഫോർ എ ബോറോവർ ആണ്. ഒരുപാട് ലെൻഡേഴ്സ് ചേർന്നിട്ട് ഒരു ബോറോവറിന് ലോണ് കൊടുക്കുക. അത് കോർപ്പറേഷനോ എങ്ങനെയുള്ള ഗവൺമെൻറ്റോ ആർക്കും ആവാം. അതായത് എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ ഒരു ബോറോവർ ഇത് റീപേ ചെയ്യാൻ ഫെയിൽ ആവുകയാണെങ്കിൽ ആ ഒരു റിസ്ക് കുറഞ്ഞ് കിട്ടും. ഇവരിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ലോൺ കൊടുക്കുകയാണെങ്കിൽ, ഒരു വലിയ എമൗണ്ട് ലോണ് ഒരുപാട് ആൾക്കാർ ഒരുമിച്ചിരുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുക, അവർ റീപേ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു റിസ്ക് എല്ലാവരും കൂടി ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞു കിട്ടും. അപ്പോൾ എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്? അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സിൻഡിക്കേറ്റഡ് ലെൻഡിങ് സ്പ്രെഡ്സ് ദ റിസ്ക് ഓഫ് ബോറോവർ ഡിഫോൾട്ട് അക്രൂസിങ് മൾട്ടിപ്പിൾ ലെൻഡേഴ്സ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ റിസ്ക് ഓഫ് ബോറോവർ ഡിഫോൾട്ട് എന്ന് വെച്ചാൽ തിരിച്ചെടുക്കാൻ പറ്റാതെ ഇരിക്കുക. ആ സമയത്ത് അതിൻ്റെ റിസ്ക് കുറച്ചുകൊണ്ടിരും. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ ഒരു ബാങ്കിന് മാത്രമായിട്ട് ആ പ്രശ്നം വരില്ല. പല ബാങ്കുകൾ കൂടി കൊടുക്കുന്ന ലോൺ ആയതുകൊണ്ട് പകുതിയായിട്ട് എല്ലാ ബാങ്കിനും ഒരു ചെറിയ എമൗണ്ട് മാത്രമേ ആ ഒരു ബോറോവർ ഡിഫോൾട്ടിൻ്റെ പ്രശ്നം വരികയുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഒന്നുകിൽ എ അല്ലെങ്കിൽ എന്തായാലും ഡി എലിമിനേറ്റ് ആയി. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ ഡി എലിമിനേറ്റ് ആയി. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 2. The syndicated loan can be fixed amount lump sum of fund but cannot be a credit line. ഇത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്ത് വെച്ചാൽ, ദ ലോൺ ക്യാൻ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഫണ്ട്സ് ആവാം, ക്രെഡിറ്റ് ലൈനും ആവാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് 2 ആവാം. ക്രെഡിറ്റ് ലൈൻ ആവാനുള്ള സാധ്യതയും ഉണ്ട്. ലോണും ക്രെഡിറ്റ് ലൈനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. ലോൺ എന്ന് പറയുന്നത് മണിയാണ്. നമ്മൾ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട്
എടുത്ത് പിന്നെ തിരിച്ച് ചെയ്യും. ലൈൻ ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു നിശ്ചിത പരിധി വെച്ചിട്ട് ആ പരിധിക്കുള്ളിൽ നമ്മൾ ഉപയോഗിച്ച് വീണ്ടും അത് തിരിച്ചടിച്ച് വീണ്ടും അത് ഉപയോഗിച്ച് വീണ്ടും അത് തിരിച്ചടിച്ച് നമ്മൾ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കുന്നത് പോലെയുള്ള രീതി, അതിനാണ് ക്രെഡിറ്റ് ലൈൻ എന്ന് പറയുന്നത്. സോ നമ്മൾ പറയുന്ന സിൻഡിക്കേറ്റഡ് ലോണിൽ സം ഓഫ് ഫണ്ട്സും ആവാം ക്രെഡിറ്റ് ലൈനും ആവാം. സോ ഏതാണ് ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ സി, അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഇതാണ് ശരി ഉത്തരം. നമ്മുടെ 32ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ റെസ്പെക്ട്സ് ഓഫ് ഡിജിറ്റൽ റുപ്പി. ഡിജിറ്റൽ റുപ്പിയെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഉണ്ടായിരുന്നു. വായിച്ചിട്ടുള്ളവർക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എ സോവറിൻ കറൻസി ഇഷ്യൂഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അലൈൻമെന്റ് വിത്ത് ഇറ്റ്സ് മോണിറ്ററി പോളിസി. ഇറ്റ് അപ്പിയേഴ്സ് എസ് എ ലയബിലിറ്റി ഓൺ ദ RBI ബാലൻസ് ഷീറ്റ്. It is insured against inflation by its very design. It is freely convertible against commercial bank money and cash. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നതാണ് ചോദ്യം. സോ എന്താണ് ഡിജിറ്റൽ റുപ്പി എന്ന് പറയുന്നത്? ഇലക്ട്രോണിക് ഫോമിലുള്ള ഏത് കറൻസിയെയും നമുക്ക് ഡിജിറ്റൽ റുപ്പി എന്ന് പറയാം. അത് ഫിസിക്കൽ മണി പോലെ തന്നെയാണ്, പക്ഷേ ഇലക്ട്രോണിക്കൽ ഫോം തന്നെയാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ റുപ്പി എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് ഡിജിറ്റൽ കറൻസി, അത് റെഗുലേറ്റഡ് ബൈ RBI തന്നെയാണ്. സ്റ്റെബിലിറ്റിയും ഉണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഇഷ്യൂഡ് ബൈ തന്നെയാണ്. അതിന് ബാക്ക് ചെയ്യുന്നത് കൊണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം? സി എലിമിനേറ്റ് ചെയ്യാം. 1 എന്തായാലും കറക്റ്റാണ്. ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ ലേബിലിറ്റി ഓൺ ദ RBI ബാലൻസ് ഷീറ്റ്. അതായത് നമ്മൾ പറയുന്ന പേപ്പർ കറൻസിയുടെ അതേ ഡിനോമിനേഷൻ തന്നെയാണ് അതിന് വരുന്നത്. അതുകൊണ്ട് അത് ലാബിലിറ്റി ആയിട്ട് RBI ബാലൻസ് ഷീറ്റിൽ വരാറുണ്ട്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണ്. നമുക്ക് ഇത് എലിമിനേറ്റ് ചെയ്യാം. ഇനി ഇതിൽ ഏതാണ് ശരിയെന്ന് നോക്കാം. അടുത്തത് ഇറ്റ് ഈസ്, എന്തായാലും 3ാമത്തെ ഓപ്ഷൻ തെറ്റായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കിയാൽ അറിയാം, 3 ഇല്ല ഇതിൽ. ഇറ്റ് ഈസ് ഇൻഷ്യൂർഡ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ ബൈ ഇറ്റ്സ് വെരി ഡിസൈൻ. അപ്പം നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ 1, 2 ആണ്, 1, 2, 4 ആണ്. എന്തായാലും അപ്പോൾ 3ാമത്തത് റോങ് ആയിരിക്കും. 3ാമത്തെ വരുവാണെങ്കിൽ 1ാമത്തെ തെറ്റായിരിക്കണമല്ലോ. അപ്പോൾ ഇനി ബാക്കിയുള്ള 1, 2, 1, 2, 4. അപ്പോൾ ഇതെന്തായാലും തെറ്റാണ്. അത് ശരിയാണ്, അത് ഇൻഫ്ലേഷനെതിരെ ഇൻഷ്യൂർഡ് അല്ല. ഇനി ഇറ്റ് ഈസ് ഫ്രീലി കൺവേർട്ടബിൾ അഗെയിൻസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് മണി ആൻഡ് ക്യാഷ്. കറക്റ്റ് ആണ്, അത് ഫ്രീലി കൺവേർട്ടബിൾ ആണ്. സോ 4ാമത്തെ ഓപ്ഷനും കറക്റ്റാണ്, ഓപ്ഷൻ ഡി. അപ്പം നിങ്ങൾക്ക് 1ാമത്തെ ഓപ്ഷൻ കറക്റ്റാണെന്ന് അറിഞ്ഞാൽ തന്നെ ബാക്കിയുള്ളത് എലിമിനേറ്റ് കൊണ്ടുപോകാം. 1ാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആയത് തന്നെ 2ാമത്തെ ഈ സിയിൽ ഒന്നില്ലാത്തത് കൊണ്ട് ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ളത് ഇത് 3 അപ്പോൾ 2ാമത്തെ നമുക്ക് കറക്റ്റാണെന്ന് കിട്ടിയാൽ പിന്നെ ഇതിൽ ഏതാണ് ശരിയെന്ന് മാത്രം നോക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസർ പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ആൻസിയൻ ഇന്ത്യ ഗൗതമ ബുദ്ധ വാസ് ജനറലി നോൺ ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് എപ്പിത്തറ്റ്സ്. ഇതിൽ ബുദ്ധൻ്റെ പേര് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ബുദ്ധൻ അറിയപ്പെട്ടിരുന്ന മറ്റു നാമങ്ങൾ. അപ്പോൾ ബുദ്ധൻ്റെ ചോദ്യം എല്ലാ പ്രിലിംസിനും, ഇതുവരെയുള്ള ഏത് പ്രിലിംസിലും ഒരു ക്വസ്റ്റ്യൻ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നായപുത്ത, ശാക്യമുനി, തഥാഗത ഏതൊക്കെയാണ്? ഇതിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ ബുദ്ധനും മഹാവീരനും പഠിക്കുന്നത് കൊണ്ട് തന്നെ നായപുത്ത സൺ ഓഫ് നായാസ് അതായതുകൊണ്ട് ഇത് മഹാവീര മറ്റൊരു നാമമാണ്. അപ്പോൾ നമുക്കിതിൽ 1ാമത്തത് തെറ്റായത് കൊണ്ട് തന്നെ ഇതും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഏതാണുള്ളത്? ശാക്യമുനി ആരാണ്? ബുദ്ധൻ തന്നെയാണ്. തഥാഗത ആരാണ്? ബുദ്ധൻ തന്നെയാണ്. അപ്പോൾ ശാക്യമുനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൻസറാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ 2 വരുന്ന ഇവിടെ 1 മാത്രമേ ഉള്ളൂ. നൺ ഓഫ് ദ എബോ ആർ എപ്പിത്തറ്റ്സ് ഓഫ് ഗൗതമ ബുദ്ധ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ശാക്യമുനി ബുദ്ധൻ്റെ മറ്റൊരു നാമമായതുകൊണ്ട് തന്നെ നമുക്കറിയാം ഓപ്ഷൻ 2 and 3 ഓൺലി. അപ്പോൾ ഓപ്ഷൻ ബി. കൺസിഡർ ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഇവിടെ കുറേ ആർക്കിയോളജിക്കൽ സൈറ്റ്, അതിൻ്റെ സ്റ്റേറ്റ്, അത് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ്, അതിൽ വരുന്ന ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്ലി മാച്ച് ആയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. 1ാമത്തത്
ചന്ദ്രകേതുഗഡ് അത് ഏത് ഡിസ്ട്രിക്റ്റിലാണ് ചന്ദ്രകേതുഗഡ്? അത് വെസ്റ്റ് ബംഗാളിലാണ്, ഒഡീസയിൽ അല്ല ചന്ദ്രകേതുഗഡ് വരുന്നത്. സോ ഓപ്ഷൻ 1 റോങ് ആണ്. അപ്പം നമുക്ക് ഇതും എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് ഇനാംഗാവ് എന്ന് പറയുന്ന അതെവിടെയാണ്? അത് വരുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ തന്നെയാണ്. അതൊരു ചാൽക്കോലിറ്റിക് സൈറ്റും കൂടിയാണ്, കോപ്പർ ഏജിൽ വരുന്നത്. അത് കറക്റ്റാണ്. സോ നമ്മുടെ ഓപ്ഷൻ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. 2 and 3 ആണ്. അടുത്തത് നോക്കാം. മങ്ങാട് കേരള മെഗാലിത്തിക് സൈറ്റ്, അത് ഇപ്പോൾ റീസെൻ്റ്ലി ഡിസ്കവേർഡ് ചെയ്തിട്ടുള്ള സൈറ്റാണ്. എവിടെയാണ് മങ്ങാട് വരുന്നത്? കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്. സോ ഇത് കറക്റ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ കറക്റ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് എഴുതാം. പിന്നെ വരുന്ന നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സെലിഹുൻ ഡാം എന്ന് പറയുന്ന ഒരു ശ്രീകാകുളം ഡിസ്ട്രിക്റ്റ് ആന്ധ്രാപ്രദേശിലാണ് വരുന്നത്. പക്ഷേ അതെന്തല്ല, റോക്കറ്റ് ഷ്രൈൻസ് അല്ല, അവിടെ കുറേ സ്തൂപങ്ങളാണ്, മഹാസ്തൂപ, ചൈത്യ വിഹാരങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്ന ഡിസ്ക്രിപ്ഷൻ തെറ്റാണ്. അപ്പം നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടിയതാണ് ഓപ്ഷൻ ബി 2 and 3. അടുത്തത്, ഹൂ ഓഫ് ദ ഫോളോയിങ് റൂളേഴ്സ് ഓഫ് medieval India gave permission to the Portuguese to build a fort at ബഡ്കൽ? ആരാണ്? ബഡ്കൽ എന്ന് പറയുന്നത് ഉത്തര കന്നഡ ഡിസ്ട്രിക്റ്റ് കർണാടകയിലാണ്. അത് ശരാബി നദിയുടെ തീരത്താണ്. അപ്പോൾ അവിടെ ഏത് രാജാവാണ് ഈ ബഡ്കൽ ഫോർട്ടിന് അനുമതി കൊടുത്തത്? കൃഷ്ണദേവരായരാണ്. അപ്പോൾ ഓപ്ഷൻ എ. With reference to revenue collection by Cornwallis, consider the statement the following. Under the Riyodwari settlement of Riyodwari collection, the peasants were exempted from revenue payment in case of bad harvest or natural calamities. Under the permanent settlement in Bengal, if the Zamindar failed to pay his revenues to the state or on before the fixed date, he would be removed from his Zamindari. ഇതിൽ ഏതൊക്കെയാണ് ശരി? ഹിസ്റ്ററി പഠിക്കുന്ന എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുന്ന പോർഷനാണ് റിയോഡ്വാരി സെറ്റിൽമെൻറ്റും പെർമനൻറ്റ് സെറ്റിൽമെൻറ്റും. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഈ ഒരു റിയോഡ്വാരി സെറ്റിൽമെൻറ്റ്, അതായത് കോൺവാലിസിൻ്റെ ഇതിൽ എന്തെങ്കിലും വിളകളിൽ കൃത്യമായിട്ടുള്ള വിളവെടുപ്പ് നടന്നിട്ടില്ല എങ്കിലോ, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നെങ്കിലോ പീസൻസിന് ഇളവുകൾ ഉണ്ടായിരുന്നു. അതായത് വേർ പീസൻസ് എക്സംപ്റ്റഡ്? നോ. അപ്പോൾ ഇത് തെറ്റാണ്. ഒരു ഇളവുകളും ഉണ്ടായിരുന്നില്ല. വാട്ട് എവർ ദ കണ്ടീഷൻ they were forced to pay the tax. എന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും അവർക്ക് എന്ത് ചെയ്യണമായിരുന്നു? നികുതി അടക്കണമായിരുന്നു. അപ്പോൾ 1 തെറ്റാണ്. 1 എന്ന് പറഞ്ഞ ഓപ്ഷൻ തെറ്റാണ് എന്നതിന് നമുക്ക് 2 ഇവിടെ എലിമിനേറ്റ് ചെയ്യാം. ഇത് കറക്റ്റ് ആയതാണ്. ഇതിലേതെങ്കിലും ആയിരിക്കും കറക്റ്റായിട്ട് വരുന്നത്. അടുത്തത്, അണ്ടർ ദ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഇൻ ബംഗാൾ, ഇഫ് ദ സമീന്ദാർ ഫെയിൽ ടു പേ ഹിസ് റവന്യൂ ടു ദ സ്റ്റേറ്റ് or before the fixed date, he would be removed from his സമീന്ദാരി. പെർമനൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബംഗാളിൽ സമീന്ദാർ ആ റവന്യൂ തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിനെ സമീന്ദാരി സിസ്റ്റത്തിൽ നിന്ന് പുറത്താക്കുമായിരുന്നു. ശരിയാണോ? ശരിയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ 2 only. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ബി. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. There are no parables in Upanishad. Upanishad were composed earlier than the Puranas. Which of the statement given above are correct? ഏതൊക്കെയാണ് ശരിയെന്ന്? നേരത്തെ പോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പാരബിൾസ് എന്ന് പറയുന്നത്? എന്താണ് പാരബിൾസ് എന്ന് പറയുന്നത്? എന്തെങ്കിലും ആയിട്ടുള്ള കഥകൾ നമ്മൾ പറയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് there are no parables in ഉപനിഷത്ത് എന്നാണ്. ഉണ്ട്, ഉപനിഷത്തിൽ പാരബിൾസ് ഉണ്ട്. മുണ്ടക ഉപനിഷത്തിൽ 2 പക്ഷികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ ആത്മാവും സാക്ഷിയുമായിരിക്കുന്ന അതിനെക്കുറിച്ച് പറയാൻ. അതായത് ഒരു പക്ഷി ഇരുന്നിട്ട് ഫ്രൂട്ട്സ് കഴിക്കുകയും, അതായത് കർമ്മഫലങ്ങൾ ഭുജിക്കുന്ന ഒരു പക്ഷി ഇരുന്നിട്ട് ഫ്രൂട്ട്സ് കഴിക്കുകയും മറ്റേ പക്ഷി അത് നോക്കി സാക്ഷിയായി ഇരിക്കുകയും ചെയ്യുന്നത്. ഇൻഫിനിറ്റ് ബീയിങ്ങും ഫിനിറ്റ് സെൽഫും തമ്മിലുള്ള വ്യത്യാസം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപമയാണ്, പാരബിൾസ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. സോ ഓപ്ഷൻ 1 തെറ്റാണെങ്കിൽ നമുക്ക് ഇത് ഇപ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്യാം. അടുത്തത്, ഉപനിഷത്ത് വർ കമ്പോസ്ഡ് ഏർലിയർ ദാൻ പുരാണാസ്. ശരിയാണല്ലോ, നിങ്ങൾക്ക് അറിയാതെ.
ഉപനിഷത്ത് പുരാണങ്ങളെക്കാൾ നമ്മളത് ക്രോണോളജിയിൽ പഠിക്കുന്നുണ്ട്. ഉപനിഷത്ത് എപ്പോഴാണ്? പുരാണങ്ങൾക്ക് മുമ്പ് തന്നെയാണ് എന്ത് വരുന്നത്, അതിൻ്റെ ക്രോണോളജി വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. India is the member of International Grain Council. A country needs to be a member of the International Grain Council for exporting, importing rice and wheat എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഒരു ഇൻ്റർനാഷണൽ ഗ്രെയിൻ കൗൺസിൽ ധാന്യങ്ങളുടെ പ്രൊഡക്ഷനും എക്സ്പാൻഷനും അതിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അതായത് വേൾഡ് ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ലക്ഷ്യങ്ങളോട് കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യാപാരത്തിനൊക്കെ വേണ്ടിയിട്ട് ധാന്യങ്ങളുടെ ബന്ധപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് ഇൻ്റർനാഷണൽ ഗ്രെയിൻ കൗൺസിൽ. അതിൽ ഇന്ത്യ മെമ്പറാണോ? ആണ്, കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതും എലിമിനേറ്റ് ചെയ്യാം. അടുത്തത്, എ കൺട്രി നീഡ് ടു ബി എ മെമ്പർ ഓഫ് ദ ഇൻ്റർനാഷണൽ ഗ്രെയിൻ കൗൺസിൽ ഫോർ എക്സ്പോർട്ടിംഗ് ഓർ ഇമ്പോർട്ടിംഗ് റൈസ് ആൻഡ് വീറ്റ്. വേണ്ട. അതായത് ഇൻ്റർനാഷണൽ ഗ്രെയിൻസ് ഓഫ് കൗൺസിൽ അംഗമായ ഒരാൾക്ക് മാത്രമേ നമ്മുടെ അരിയും ഗോതമ്പും ഇറക്കുമതി കയറ്റുമതി ചെയ്യാൻ പറ്റൂ എന്നൊന്നും ഇല്ല, ആർക്കും ചെയ്യാം. അപ്പോൾ എന്താണ്? ഓപ്ഷൻ സെക്കൻഡ് തെറ്റാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏത് മാത്രമാണ്? 1 മാത്രമാണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ, 1 ഓൺലി. അടുത്ത ക്വസ്റ്റ്യൻ, which one of the following was the latest inclusion in the intangible cultural heritage list of UNESCO? ഏതായിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്? ഇതിൽ ഗർഭ ഡാൻസ് ആണ്. ഗർഭ ഡാൻസ് എന്ന് പറയുന്നത് നവരാത്രിക്ക് നമ്മുടെ ശക്തി ദേവിയുടെ ഒരു ഫെമിനിൻ എനർജിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്ന ഡാൻസാണ്. ബാക്കിയുള്ള എന്താണ്, കുംഭമേള 2017 വന്നത്, ദുർഗാപൂജ 2021 വന്നത്, അതുപോലെ ചാഹു ഡാൻസ് 2010 വന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഗർഭ ഡാൻസ് ആണ് കറക്റ്റ്. തുടർന്നുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.